ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ്. അണുബാധ രക്തത്തിൽ എത്തിയതോടെ രക്തമാറ്റം വേണ്ടി വന്നു. ലോകമെമ്പാടും പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കുകയുമാണ്. പി ജെയിംസ് തുടരുന്നു. ജെയിംസ് സാർ, ഇന്നലെ വത്തിക്കാനിലുണ്ടായ വാർത്താക്കുറിപ്പിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിറങ്ങിയ വാർത്താക്കുറിപ്പിൽ ഇത് കുറച്ച് പ്രശ്നമാണെന്ന് ആണ് പറയുന്നത്. പി ജെയിംസ്. ഹാഷ്മി, വളരെ ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് വത്തിക്കാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പേപ്പസിയിൽ അല്ലെങ്കിൽ മാർപ്പാപ്പയായിട്ടുള്ള 266-ാമത്തെ മാർപ്പാപ്പ എന്ന നിലയിൽ നിന്ന് വിട്ടുകൊണ്ട് ആധുനിക ലോക ചരിത്രത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയ ഒരു മാർപ്പാപ്പ ഈ ലോകത്തോട് വിട പറയുന്നു പറയാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം പ്രത്യേകിച്ച് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്ന കാര്യം ശ്വാസകോശത്തിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള അണുബാധ അത് രക്തത്തിലേക്ക് കടക്കരുത്, അങ്ങനെ വന്നാൽ അത് തീവ്രമായി തീരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടി രക്തത്തിൽ വലിയ രീതിയിലുള്ള അണുബാധ കണ്ടെത്തിയിരിക്കുന്നു. അതേ തുടർന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തം മാറ്റി വന്നു, ഓക്സിജൻ കൊടുക്കേണ്ടി വന്നു, വലിയ രീതിയിലുള്ള ശ്വാസ തടസ്സമുണ്ടായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതിനെ കാണേണ്ടത്. എന്തായാലും ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ് ലോകമെമ്പാടും വിശ്വാസികൾ. 140 കോടി കത്തോലിക്ക വിശ്വാസികൾ, ഒപ്പം തന്നെ ലോകം മുഴുവൻ പ്രാർത്ഥനയിലാണ് മാർപ്പാപ്പയുടെ ആരോഗ്യ നിലയ്ക്ക് വേണ്ടി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള സൂചനകളാണ് വത്തിക്കാനിൽ നിന്ന് പറയുന്നത്. വത്തിക്കാൻ വളരെ അസാധാരണമായ അവസ്ഥയിലാണ് അങ്ങനെ ഒരു കുറിപ്പിറക്കാറുള്ളത്. അപ്പോൾ നില ക്രിട്ടിക്കലാണ്, ഗുരുതരമാണ്. ഇതുവരെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കോംപ്ലക്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, സങ്കീർണമാണ്. ഇപ്പോൾ പറയുന്നത് ഗുരുതരാവസ്ഥയിലാണ്. നേരത്തെ അല്പം നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് കഴിഞ്ഞ ഒരു 12 മണിക്കൂറിനുള്ളിൽ നില വലിയ രീതിയിൽ മെച്ചപ്പെടാത്ത അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്വിസ് ഗാർഡ്സ് റിഹേഴ്സൽ നടത്തി വിട പറയാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മാർപ്പാപ്പ ഇതിനെ അതിജീവിക്കുന്ന കാര്യം സംശയമാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. മാർപ്പാപ്പ തന്നെ തൻ്റെ വളരെ അടുത്തുള്ളവരോട് പറഞ്ഞത്, ഞാൻ ഈ അവസ്ഥയെ അതിജീവിക്കില്ല, നിങ്ങൾ മറ്റൊരുക്കങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ അവസ്ഥയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഹാഷ്മി. പി ജെയിംസ് ആണ് ആ വാർത്തയുടെ ആശങ്കാജനകമായ അപ്ഡേറ്റ്സ് നൽകിയത്. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിച്ച ചരിത്രമുണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ഇപ്പോൾ ഒരു മത നേതൃത്വമാണെങ്കിൽ കൂടിയും മതാതീതമായി എല്ലാ ഭേദങ്ങൾക്കതീതമായി ലോകമെമ്പാടും വലിയ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു മാർപ്പാപ്പയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന അണുബാധയൊക്കെ മാറി അദ്ദേഹത്തിൻ്റെ കർമ്മജീവിതത്തിലേക്ക് ശക്തമായി മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് പിന്നെയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. സ്ഥിതിഗതികൾ കുറച്ച് അങ്ങേയറ്റം സങ്കീർണമാണെങ്കിലും.